ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ലാൽ ജൂനിയറിന്റെ നടികർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഈ പടത്തിന്റെ പേര് ആദ്യം നടികർ തിലകം എന്നായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് മൂലമാണ് അവരെ മാറ്റി നടികർ എന്നുള്ള ടൈറ്റിൽ കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഞാനൊരു തല്ലുമാല മോഡ് ഒരു പടം കാണാൻ പോയിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ കേട്ടത് തല്ലുമാല ആണ്. എനിക്ക് കിടച്ചത് ഒരു ഉദയനാണ് താരം ഫീല് പോലത്തെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ വല്ലാത്തൊരു ഫീൽ എലമെന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് തന്നൊരു പടമാണ്. കുറേ പറയാനുണ്ട്. തുടക്കം തന്നെ ഞാൻ പറയണത്, എനിക്ക് ശരിക്കും പടം ബോധിച്ചു. കഴിഞ്ഞ 2 തൊലികളുടെ നല്ല ക്ഷീണം ഇതിൽ ശരിക്കും മാറി എന്ന് തന്നെ പറയണം. പിന്നീട് കമ്മിങ് ടു ഇതാണെങ്കിൽ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം കളർ ഗ്രേഡിങ്, എഡിറ്റിങ് എല്ലാം ടോപ്പ് നോച്ചിലാണ്. സിനിമാറ്റോഗ്രാഫി ബൈ ആൽബി ആന്റണി. പുള്ളി തുടക്കത്തിൽ ഈ സിനിമയ്ക്കകത്തുള്ള സിനിമയാണല്ലോ നടികർ എന്ന് പറഞ്ഞ മൂവി. നമുക്ക് കുറെ പടങ്ങൾ അങ്ങനെ ഉണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഉദയനാണ് താരം, ഇപ്പൊ ജിഗർദന്ത പിന്നെ അങ്ങനത്തെ ഒരു ഇതല്ല, എന്നാലും ഉണ്ട്. അങ്ങനത്തെ കുറെ പടങ്ങൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതില് ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമേന്റെ ഒരു ഷൂട്ട് എടുക്കുമ്പോഴത്തേക്കും സിനിമാറ്റോഗ്രാഫി നമ്മുടെ ആൽബി ആന്റണി തന്നെയാണല്ലോ എവിടെയായാലും മൊത്തത്തിൽ ചെയ്തു പോകുന്നത്. അപ്പൊ പുള്ളിന്റെ ഒരു ഗോൾഡ് സൂക്കിന്റെ അകത്തുള്ള ഒരു ഷോട്ട് ഉണ്ട്. അതെന്താണ് സംഭവം? ഡ്രോൺ ആണോ മറ്റേ ജിബല് വെച്ച് ഇങ്ങനെ ആക്കിയാണോ എന്താ പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞോളാം. അത്രയ്ക്ക് നോളജ് എനിക്ക് ഈ ഒരു ടെക്നിക്കൽ വശത്തോടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ സീനൊന്ന് വിവരിക്കാം. ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഒരു ഷോട്ട് വന്ന് നമ്മളിപ്പോ ഈ എന്താ പറയാ, മറ്റേ ഈഗിൾസ് വ്യൂ ഒക്കെ ഇല്ലേ നമ്മുടെ വിക്രത്തിലെ ലിയോയിലൊക്കെ, അതൊക്കെ പോലെ ഇങ്ങനെ പറന്ന് മോളിന്റെ അകത്തൂടെയുള്ള ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കീടിലെ ഷോട്ടായിരുന്നു. അതും ഞാൻ എടുത്ത് പറയുന്ന കാര്യം, ഞാൻ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു ആ ഒരു ഷോട്ട്. പിന്നീട് കമ്മിങ് ടു ദ ആക്ടേഴ്സ്, ടോവിനോ പിന്നെ ഷോ ഓഫ് മന്നനാണ്. അങ്ങ് പുള്ളിനങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. പുള്ളി ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ഷോ ഓഫ് കിട്ടില്ല സാധനമായിരുന്നു. മൊത്തത്തിൽ പുള്ളി അടിപൊളിയായിട്ട് തന്നെ അവിടെ ചെയ്തു പോയി. അഭിനയം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, സൗബിൻ, ഫസ്റ്റ് ഓഫ് ഓൾ സൗബിൻ നല്ലൊരു റോള് ലീഡ് ചെയ്തു. സൗബിൻ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഇവര് 3 പേരും ഒരുമിച്ച് അടിച്ച് പൊളിച്ച് പടത്തില്. പിന്നീട് നമുക്ക് എടുത്തു പറയാനുള്ളത് രഞ്ജിത്ത് ഏട്ടനുണ്ട്, നമ്മുടെ അയ്യപ്പന് കോശിയിൽ നമ്മുടെ ഡയറക്ടർ, യുവളനോ നമ്മുടെ ഡയറക്ടറായ രഞ്ജിത്ത് ഏട്ടൻ പടത്തിലുണ്ട്. പുള്ളി കിടിലിനായിട്ട് തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. അനു മേനോൻ ചെറിയൊരു റോളുണ്ട്. പുള്ളിയും ഒരു നമ്മളെന്താ പറയാ, പഴയ പടങ്ങളൊക്കെ കണ്ട ആ ഒരു ക്ഷീണം ഇതിൽ ശരിക്കും മാറി തന്നെ പടം. അനു മേനോൻ അടിപൊളിയായിട്ട് ചെയ്തു. നമ്മുടെ ചന്തു ബ്രോ ഉണ്ട്. ചന്തു ബ്രോയും ഒരു നല്ലൊരു റോള് അടിപൊളിയായിട്ട് തന്നെ, കുറച്ചേ ഉള്ളൂ അടിപൊളിയായിട്ട് ചെയ്തു. ഗണപതിക്ക് കുറച്ചേ റോളുള്ളൂ, എന്നാലും ആ ഒരു സംഭവങ്ങളൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ഫസ്റ്റ് ഹാഫിനെ മറ്റേ ഷോ ഓഫ് എലമെന്റ്സിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അത് പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ ആരുടെ പറയാനുള്ളത്, അങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് വന്ന എല്ലാവരും, ചെറിയ റോളായാലും വലിയ റോളായാലും വന്ന് ചെയ്ത ധ്യാനുണ്ട്. ഒറ്റ സീനേ ഉള്ളൂ, ധ്യാൻ അത്യാവശ്യം ചെയ്തു. വിജയ് ബാബു ആ സീനിൽ വരുന്നുണ്ട്, പുള്ളി നല്ലോണം ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ പടത്തിലെ മ്യൂസിക് ആയാലും എല്ലാം ആ ഒരു എന്താ പറയാ, പടത്തിനെടുത്ത് നിൽക്കുന്നുണ്ട് മൊത്തത്തില്. പിന്നീട് പറയാനാണെങ്കിൽ ഈ പടത്തില് കുറെ എന്താ പറയാ, നായകന്മാര് എങ്ങനെയാത് പറയണത്, ഈ വർഷങ്ങൾക്ക് ശേഷത്തിലൊക്കെ പറഞ്ഞ പോലെ കുറെ നായകന്മാരുടെ റെഫറൻസും കാര്യങ്ങളും എല്ലാം ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കായി. നായകന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് സ്റ്റാർഡം കിട്ടുമ്പോൾ അഹങ്കാരം, പിന്നെ ഉള്ള ഫാൻസിൻ്റെ ഇടയിലുള്ള തല്ലി കേസ്, അവിടെ കൈവെക്കല്, ഇവിടെ കൈവെക്കല്, ബാക്കിയുള്ള മരത്തെറിവിളി, അവിടെ കിടന്നുള്ള പട്ടി ഷോ, ഇതൊക്കെ നല്ല രീതിയിൽ മൊത്തത്തിൽ കാണിച്ചു പോയിട്ടുണ്ട്. പിന്നെന്തോന്ന് പറയാനുണ്ട്, ഇത് ഒരു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ പടം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാൽ ജൂനിയറിന്റെ പടം, നമ്മൾ ഒട്ടും വിചാരിക്കില്ല. പുള്ളിയാണെങ്കിൽ റോക്ക് ഫൺ പടം തന്നെയാണ്, എന്റർടൈനർ തന്നെയാണ്. മൊത്തം അങ്ങനത്തെ ഒരു പടമാണ് നമുക്ക് പുള്ളി പുട്ട് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ ചുമ്മാ നമ്മൾ ഈ ഉദയനാണ് താരമൊക്കെ കണ്ട ഒരു അത്രത്തോളം ഇല്ലെങ്കിലും അതൊന്നും വെച്ച് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഹണീബിയോ വെച്ച് പോലും ഞാൻ ഇത് ചെയ്യുന്നില്ല, കമ്പയർ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നാൽ പോലും നല്ലൊരു എലമെന്റ് ഈ ഒരു പടത്തിലുണ്ട്.
എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു ഫൈറ്റ് സീനുണ്ട് നമ്മുടെ സൗബിന്റെയും ടൊവിനോന്റെയും. അയ്യോ, മച്ചാന്മാര് രണ്ടും കൂടി അങ്ങ് തൂഫാനാക്കി. പിന്നെ പിന്നെ എടുത്തു പറഞ്ഞ കാര്യം, പടത്തിന്റെ തുടക്കത്തിൽ തന്നെ തുടക്കത്തിലെ മറ്റേ ക്രെഡിറ്റ്സും താങ്ക്സ് ടു ഓളൊക്കെ കാണിച്ചു പോണ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാവരുടെയും പേരൊക്കെ എഴുതി. അവിടെ അവരൊരു പഴയ മോഡ് പിടിച്ച്, എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ സിനിമയിൽ അതൊക്കെ എങ്ങനെയാണോ അവിടെ നിന്ന് തുടങ്ങി പുതിയ കാലത്തുള്ള സിനിമയിൽ എത്തണ പോലത്തെ ഒരു ട്രാൻസിഷൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതും കിടിലനായിരുന്നു. ഞാൻ ഭാവനന്റെ കേസ് ഞാൻ പറയാം. അത് ഈ പടത്തിന് ഈ 2 നെഗറ്റീവേ തോന്നിയുള്ളൂ. അതില് ഭാവന നെഗറ്റീവായിട്ട് തോന്നിയെന്നല്ല, പക്ഷെ ഭാവനയ്ക്കും ടൊവിനോയ്ക്കും ഉള്ള ഒരു കോമ്പിനേഷൻ സീൻസ് കുറച്ചും കൂടി കോമ്പിനേഷൻ സീൻസ് കൊടുക്കാമായിരുന്നു. കുറച്ചും കൂടി എന്നല്ല, ഒട്ടും സീൻസ് ഇല്ല. അവരെ രണ്ടുപേരെ ഒരുമിച്ച് ഫ്രെയിമിൽ കാണിക്കുന്നത് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരെ അങ്ങനെ കാണിച്ചിട്ട് പോലും ഇല്ല. അത് ഒരു വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ച് നല്ലൊരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ അവർക്ക് കൊടുക്കാമായിരുന്നു. ഒട്ടുമില്ല. അവരുടെ ഒരു ബാക്ക് സ്റ്റോറിയോ അല്ലാതെ വേറെ കഥയോ ഒന്നും കാണിക്കുന്നില്ല. ഒന്നും കാണിക്കാതെ ഭയങ്കര എന്താ പറയാ, ഒരു സൈഡിൽ നടൻ ഒരു സൈഡിൽ നടി, അങ്ങനത്തെ ഒരു സ്കീമിലാണ് പടം പോയത്. അതെനിക്കൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. പിന്നീട് ഒരു പോരായ്മ തോന്നിയത്, ഇവര് പടത്തിൽ ചിലയിടത്തൊക്കെ സിങ് സൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. ആക്ടേഴ്സിന്റെ സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പടം അവർ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ മൈക്ക് വെച്ച് ഇവരുടെ അപ്പോഴത്തെ ഒരു സൗണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കും. ആ ഒരു സംഭവം എടുത്ത് അത് ചെയ്യുന്നവരുണ്ട്, ചെയ്ത് നന്നാക്കുന്നവരുണ്ട്. ഇതിൽ പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇതിൽ ഓഫ് കോഴ്സ് ഡബ് ചെയ്ത പോർഷൻസും കുറെ ഉണ്ട്. എന്നാൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മ്യൂസിക് ഹൈയിലും ഇതിന്റെ സിങ് സൗണ്ട് ഒരു സൗണ്ട് ലോയിലും ആണ് നടന്നത്. അത് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര എവിഡന്റ് ആയിട്ട് അതിങ്ങനെ മുഴച്ചിരിക്കുന്നുണ്ട്. അത് എനിക്ക് അത്യാവശ്യം നല്ലൊരു പോരായ്മയായിട്ട് തോന്നി. അല്ലാത്ത പക്ഷേ ഇറ്റ്സ് എ ഫൺ എന്റർടൈനർ. എനിക്ക് ഈ അറിഞ്ഞുകൂടാ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും, എത്ര പേര് മറ്റേ മലയാളി ഫ്രം ഇന്ത്യനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് എത്ര പേർക്ക് ഇതൊക്കെ പിടിക്കും. കുറെ മാര് ശോകം പറഞ്ഞു, കുറെ പേരുടെ എക്സ്പെക്ടേഷൻ തെറ്റിയെന്ന് പറഞ്ഞു. ഞാൻ തല്ലുമാല മോഡ് പടം കാണാൻ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പടം കാണാൻ കിട്ടിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്ത് പറയുകയാണ്. പിന്നെ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഐ എൻജോയ്ഡ് ഇറ്റ്, ഐ എന്റർടൈൻ, ഐ ആൻഡ് ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അത് എല്ലാവരുടെയും അഭിനയമായാലും ബാലു വർഗീസ് ഒക്കെ പിന്നെ പറയണ്ട, പുള്ളിക്കൊക്കെ ഒരു റോള് കിട്ടിയ അങ്ങ് അടിച്ച് ആ ഒരു ടീം അടിപൊളിയാണ്. ലാൽ ജൂനിയർ എന്ന് പറഞ്ഞ മച്ചാൻ, ജീൻ പോൾ ലാൽ എന്ന് പറഞ്ഞ മച്ചാൻ ആക്ടിങ്ങിലായാലും ഡയറക്ഷനിലായാലും നല്ലൊരു കഴിവുണ്ടെന്ന് തെളിയിച്ചു എന്നാണ് എനിക്ക് വീണ്ടും തോന്നിയത്. മുമ്പും തോന്നിയിട്ടുണ്ട്. ആയക്കോടി പുള്ളീന്റെ ഇഷ്ടപ്പെടാതെ പോയതിന്റെ സുനാമി എന്ന് പറഞ്ഞ പടമാണ്, അത് ചവറ് പടം. പിന്നെ ഹണി ബി 2, ഇത് രണ്ടുമാണ് എനിക്ക് ഒട്ടും പിടിക്കാതെ പോയത്. ബാക്കി 3 പടങ്ങൾ, ഹയാം ടോണി, ഡ്രൈവ് ലൈസൻസ്, ഹണി ബി, ഇത് 3 ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത മൂവീസാണ്. ആൻഡ് യാ, എല്ലാവരും പോയി കാണട്ടെ. വേർക്കാണ്, ചൂട്, എന്ത് ചൂടല്ലേ. ഞാൻ രാത്രി മറ്റേ ഫോൾ ഗൈ എന്ന് പറഞ്ഞ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫോറമോളിൽ PVR. അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. എനിക്കിഷ്ടപ്പെട്ടു ഈ പടം, അത്ര എനിക്ക് പറയാവുള്ളൂ. സോ ബൈ ബൈ.